ഹായ് ഡിയേഴ്സ്, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയത് അല്ലൈനിലെ ഒരു ഫാം ഹൗസിൽ സ്റ്റേക്കേഷന് പോയപ്പോഴാണെന്ന്. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അല്ലൈനിലും മരുഭൂമിയുടെ ഉള്ളിലേക്കായിട്ടാണ് ഈ ഫാം ഹൗസ് വരുന്നത്. അധികം ഫാം ഹൗസുകളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത് 3 o'clock 2:30 അവിടെ ചെക്കിന്. നെക്സ്റ്റ് ഡേ 12 o'clock ചെക്ക് ഔട്ട്. ഞങ്ങളപ്പോൾ വന്ന ഉടനെ തന്നെ ഔട്ട്ഡോർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ചെറിയ വെയിലും ലൈറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫോട്ടോസൊക്കെ വേഗം എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ചെറിയ ഏരിയ ഉള്ളെങ്കിലും അവർ അത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഊഞ്ഞാലുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇരിക്കാൻ ഒരുപാട് സ്പേസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാം ആയതുകൊണ്ട് തന്നെ ഫാം ആനിമൽസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് ഫാം ആനിമൽസ് ഉണ്ട്. കുറച്ച് ആടുകളുണ്ട്, ടേർട്ടിൽ, പീകോക്ക്, ബേർഡ്സ്, റാബിറ്റ്. അതൊക്കെ കുട്ടികൾക്ക് അതൊക്കെ മതിയല്ലോ എൻജോയ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഫീഡ് ചെയ്യിക്കുന്നൊക്കെ ഒരു തിരക്കിലായിരുന്നു മക്കൾ. പിന്നെ അവർക്ക് കളിക്കാനായിട്ടൊരു ചെറിയ പാർക്കും അവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് സ്ലൈഡും അതുപോലെ സ്വിങ്ങൊക്കെ ഉള്ള. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ് ഇതാ വാട്ടർ സ്ലൈഡ് സ്വിമ്മിംഗ് പൂൾ കേട്ടോ. അത് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഇൻഡോർ ആയിട്ടൊരു മെയിൻ സ്വിമ്മിംഗ് പൂളുണ്ട്. അതിൻ്റെ ഒരു ഭാഗം താഴ്ച കുറവും ഒരു ഭാഗം നല്ല ആഴമുള്ള അങ്ങനെ രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അകത്തോട്ട് വരികയാണെങ്കിൽ 2 ബെഡ്റൂമാണുള്ളത്. ഒരു മെയിൻ ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു കുട്ടികൾക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് 3 ബങ്ക് ബെഡ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ ബെഡ്റൂമും. പിന്നെ അവർ എക്സ്ട്രാ ബെഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ ലിവിങ് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഡൈനിങ്ങും സിറ്റിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വലിയ ഏരിയ തന്നെയുണ്ട്. അത് നല്ല ഡെക്കോറൊക്കെ ചെയ്ത എസ്തെറ്റിക് ഡെക്കോറൊക്കെ കൊടുത്ത നല്ല അടിപൊളി സ്പേഷ്യസ് ആയത്. പിന്നെ 2 മജ്ലിസാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ 2 റൂമുകളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയാൽ നൈറ്റ് വൈബ് ആസ്വദിക്കാനും നല്ല പറ്റിയ ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ UAE നല്ല യെല്ലോ ലൈറ്റൊക്കെ കൊടുത്തിട്ട് അവർ നൈറ്റും നല്ല അടിപൊളിയാക്കി കളറാക്കിയിട്ടുണ്ട് തന്നെ പറയാം. അപ്പോൾ നൈറ്റിൽ നല്ല ചില്ല് ചെയ്യാനും ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരു ഔട്ട്ഡോർ ഫീലിങ്ങും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കിച്ചൺ ഉണ്ട് കേട്ടോ. നമുക്ക് കുക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. കുക്കിംഗ് സ്റ്റൗവും അവനും ഫ്രിഡ്ജും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ അത് ചൂടാക്കി കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചായ മാത്രം ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാത്രി പിന്നെ മക്കൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കേട്ടോ. ഈ സ്ലൈഡ് ഉള്ള സ്വിമ്മിംഗ് പൂൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം. അവർക്ക് ഇതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് തന്നെ പറയാം. പിന്നെ അത് മെയിൻ പൂളിലും കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു ഭാഗം താഴ്ച കുറവായതുകൊണ്ട് അവർ അതിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിതൊരു അടിപൊളി സ്റ്റേക്കേഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വ്ളോഗുമായി കാണാം. താങ്ക്